മെയിൻലി എനിക്കറിയേണ്ടത് നമുക്ക് ഈ തൈറോയ്ഡ് മുഴകൾ വരുമ്പം സർജറി ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പം സർജറി ചെയ്യാതെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള തന്നെ കാര്യം. അപ്പൊ എങ്ങനെയാ സാർ അങ്ങനെ ഒരു സർജറി ചെയ്യാതെ ഈ മുഴകൾ നീക്കം ചെയ്യുന്നത്? ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ തെർമൽ അബ്ലേഷൻ എന്ന് പറയും. നമ്മളെ ഹീറ്റ് വെച്ച് അത് പല ടൈപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. മൈക്രോവേവ്, റേഡിയോ ഫ്രീക്വൻസി, ലേസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രോവേവ് ആണ്. മൈക്രോവേവ് നമുക്കറിയാം, മൈക്രോവേവ് ഓവൻ എന്നൊക്കെ പറഞ്ഞ മാതിരി മൈക്രോവേവ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഈ തൈറോയിഡിലെ മുഴകളിലുള്ള കോശങ്ങളുണ്ടല്ലോ, ഓരോ കോശത്തെയും നമ്മൾ നശിപ്പിച്ച് കളയുക ചെയ്യുക. അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കട്ട് ഓഫ് ചെയ്യുക. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കഴുത്തിൽ മുഴയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ചെറുതായിട്ട് പുറത്ത് സ്കിന്നിൽ മരവിപ്പിക്കുക, ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് മരവിപ്പിച്ചിട്ട് ഒരു ചെറിയ നീഡിൽ ഒരു സൂചി നമ്മൾ ആ മുഴയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് മൈക്രോവേവ് ഈ ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ കരിച്ച് ഗ്രാജുവലി ഓരോ സെൽസിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. പ്രൊസീജിയർ യൂഷ്വലി ഒരു 15 to 30 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമ്മൾ സെൽസ് എല്ലാം അതിൽ ഡെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുഴ അങ്ങോട്ട് കംപ്ലീറ്റ്ലി അപ്പാണ്ട് കൊളാപ്സ് ചെയ്ത് പോവല്ല ചെയ്യുന്നത്. അതൊരു 3 to 6 months എടുത്ത് ആ ഗ്രാജുവൽ സ്ട്രിങ്ക് ചെയ്യുക. അങ്ങനെ സൈസ് കുറഞ്ഞ് ഒരു ചെറിയൊരു നോഡ്യൂളായി മാറും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താ? അതായത് സർജറി കൂടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത്? ഈ ഒരു ട്രീറ്റ്മെന്റ് ബേസിക്കലി സർജറി പോലെ നമ്മൾ കഴുത്തിൽ ഒരു ഇൻസിഷനോ സ്കാറോ വരുന്നില്ല. അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പിൻ ഹോളാണ്, ചെറിയ നീഡിൽ വെച്ച് നമ്മൾ കുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്കാർ ഉണ്ടാക്കുന്നില്ല. രണ്ടാമത് വരുന്നത് പറഞ്ഞാൽ തൈറോയ്ഡ് നമ്മൾ കംപ്ലീറ്റ്ലി ഗ്രന്ഥി റിമൂവ് ചെയ്യുന്നില്ല. ഗ്രന്ഥി അവിടെ വെച്ച്, നോർമൽ പാർട്ട് അവിടെ വെച്ച്, അബ്നോർമൽ ആയിട്ടുള്ള ആ മുഴ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നോർമൽ ഫംഗ്ഷനിങ് തൈറോയിഡ് ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ, നോർമൽ ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോൺ നോർമലി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്റേഷൻ, ഈ പ്രൊസീജിയറിന് ശേഷം നമ്മൾ എക്സ്ട്രാ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ നേരത്തെ നോർമലുള്ള ഒരാൾക്ക്, മനസ്സിലായില്ലേ? അത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നമുക്ക് റെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്നതാണ്. ചെയ്ത് കഴിഞ്ഞ് പേഷ്യന്റിന് വീട്ടിൽ ഇമ്മീഡിയറ്റ്ലി പോകാവുന്നതാണ്. പെയിനും വളരെ കുറവായിരിക്കും. നമുക്കുണ്ടാവുന്ന തൈറോയ്ഡ് മുഴകളെ നമുക്ക് എങ്ങനെ സർജറി കൂടാതെ നീക്കം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒട്ടും ടെൻഷൻ ആവാതെ വന്നിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണിത്. അപ്പൊ മാക്സിമം എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.